ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കോട്ടക്കുള്ള സെയ്തലവി കോയത്തങ്ങളെ വീട്ടിലാണ്. അപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു വർഷം മുന്നേ നമുക്ക് ഇവിടെ ഒരു ബയോഗ്യാസ് പ്ലാന്റ് തങ്ങളെ വീട്ടിലും തങ്ങളെ മോൻ്റെ വീട്ടിലും നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ അറിയാനാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളെ നമ്മൾ തങ്ങളോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം. അപ്പോൾ നമ്മളെ ബയോഗ്യാസിൻ്റെ പ്ലാന്റിനെ പറ്റി നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നമ്മളെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്താനേ. അഭിപ്രായം നല്ല അഭിപ്രായമാണ്. കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരു പ്രാവശ്യത്തെ ചെറിയൊരു പ്രശ്നം ഇവരെ കൊണ്ടുണ്ടായതാണ്, അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരു നല്ല പിന്നെ ഗ്യാസ് നല്ല ശരിയായിട്ട് കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു മണിക്കൂറിൻ്റെ മേലെ ഒരു ദിവസം കിട്ടും. പിന്നെ വെള്ള വേസ്റ്റുകളാണെങ്കിൽ അതും നമുക്ക് പിന്നെ അതായത് ഒരു ദിവസം ഒരു 10 കിലോ 8 കിലോ വേസ്റ്റ് ആയിട്ട് നമുക്ക് വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ റെഡിയായി പോകും. പിന്നെ നമ്മളെ അതിന് വേണ്ട സ്ലറി ഉണ്ടല്ലോ, ആ സ്ലറി നിങ്ങൾ എന്തിനാ ഉപയോഗിക്കല്? അതിന് വളമായിട്ട് റിട്ടേൺ വരുന്നുണ്ടല്ലോ, അത് നിങ്ങൾ എന്ത്? ഞങ്ങൾ ചെടികൾക്ക് ഇതേമാതിരിയുള്ള ഈ ഇതെല്ലാം ഞാൻ അതിൽ ഉണ്ടാക്കിയതാ. ഈ ചെടിന്റെ പറ്റി ഈ വളം ഉപയോഗിക്കുമ്പോൾ നമ്മൾ പച്ചക്കറി ചെടികൾക്കൊക്കെ വളർച്ചയും കാര്യം നിങ്ങളൊരു അഭിപ്രായത്തിൽ എന്താ? അഭിപ്രായം നല്ല അഭിപ്രായം. വളമ വേറെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം എല്ലാ പച്ചക്കറികളാണെങ്കിലും വാഴയാണെങ്കിലും ഇപ്പോൾ തെങ്ങിനൊക്കെ ഇപ്പോൾ ഒരു ഒറ്റ കൊല്ലം കൊണ്ട് പോയി കഴിച്ചു. അത് കഴിച്ചു. വളം പിന്നെ ഇതും യൂസ് ചെയ്യേണ്ട. ആദ്യം കുറച്ച് വളമൊക്കെ ആട്ടുംകാട്ടൊക്കെ ഇട്ടിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ ഇതന്നെ യൂസ് ചെയ്യുന്നുള്ളൂ. ദിവസം കിട്ടുന്നതല്ലേ. പിന്നെ നമ്മള് LPG ഗ്യാസ് ഇവിടെ ഉപയോഗിക്കലുണ്ടല്ലോ. ഇപ്പൊ ഇത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് LPG ഗ്യാസിന് എത്ര കുറവ് വന്നിട്ടുണ്ട്? ഒരു ദിവസം ചിലപ്പോ ഞങ്ങൾക്ക് 3 മാസം, ഒരു മാസം കൊണ്ട് ചിലപ്പോ 1.5 സിലിണ്ടറൊക്കെ ഞങ്ങൾ ഉപയോഗിക്കലുള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് 2 മാസം കൂടുമ്പോൾ ഒരു സിലിണ്ടർ ഉപയോഗിക്കലുള്ളൂ. ഒരു സിലിണ്ടർ നമുക്ക് ഒരു മാസത്തിൽ ലാഭം ഉണ്ട്. നമ്മള് പ്രവർത്തകർക്ക് നമ്മൾ ഇതൊക്കെ പറഞ്ഞു കൊടുക്കും. നിങ്ങൾ പറയുന്നൊക്കെ കേൾക്കും. അപ്പൊ നമുക്ക് എല്ലാ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് പങ്കിട്ടോളും. അപ്പൊ നമ്മളത് കത്തിക്കണമെന്ന് കാണിച്ചു കൊടുക്കാം. അപ്പൊ ഇതാണ് നമ്മളെ തങ്ങളെ വീട്ടില് ഇപ്പൊ നമ്മളെ സ്റ്റൗ കത്തുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണുന്നത്. തങ്ങൾ നമ്മളെ അടുത്തുണ്ട്. തങ്ങളെ ഇത്രയും സ്പീഡിൽ നമുക്ക് ഏകദേശം എത്ര മണിക്കൂർ കിട്ടേണ്ട ഒരു ദിവസം? നമുക്ക് ഏകദേശം ഒരു മണിക്കൂറിന് മേലെ കിട്ടും. ഒരു നേരം 1 മണിക്കൂർ കിട്ടും. ഇനി തങ്ങളെ മോന്റെ വീട്ടിൽ നമ്മളൊന്ന് വെച്ചിട്ടുണ്ട്. രണ്ടും ഒരുമിച്ച് വെച്ചതായിരുന്നു. ആ വീട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് ഇതുപോലെ തന്നെ നമുക്ക് റാത്തായിട്ട് കിട്ടുന്നില്ലേ? ഓക്കെ. ഇപ്പൊ ഇത്രയാണ് നമ്മളെ തങ്ങളെ വീട്ടിലെ ബയോഗ്യാസിന്റെ വിശേഷം. അപ്പൊ ആർക്കെങ്കിലും ഈ ബയോഗ്യാസിന്റെ പ്ലാന്റ് ആണെങ്കിൽ നമ്മൾ ഉത്തരവാദിത്തത്തോട് കൂടി ചെയ്തു കൊടുക്കുക. അതിന് നമ്മളെ തങ്ങള് പറയും, നമ്മളെ സർവീസിനെ പറ്റിയൊക്കെ തങ്ങള് പറയും. തങ്ങളെ നമ്മളെ സർവീസിനെ പറ്റി ഒന്ന് പറഞ്ഞു. സർവീസൊക്കെ വളരെ ഉഷാറാണ്. അപ്പൊ എന്തൊക്കെയാ പച്ചക്കറി കൃഷി? പച്ചക്കറി ഇതാ വൈതലങ്ങ ഉണ്ട്, പിന്നെ വെള്ളരി ഉണ്ട്, കുമ്പളങ്ങ ഉണ്ട്. അതേമാതിരി പിലാവ്, ആ പിലാവ് തന്നെ ഇപ്പൊ 10-15 ചക്ക കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായി. ഇപ്പൊ ഈ ചെറിയ തെങ്ങ് ആ തെങ്ങ് ഇപ്പൊ കായ്ച്ചു. ഇത് പിന്നെ ഇതാണ് മറ്റേ റംബുട്ടാനല്ല, മറ്റേ ചിക്കു. അതേമാതിരി തന്നെ വാഴന്റെ ഒക്കെ ഇത് കണ്ടില്ലേ, കൊല ഇത് കണ്ട. ഈ വെള്ളം തന്നെ ഉപയോഗിക്കല്. തല കരണ്ട് മുക്ക് എത്തിയപ്പോ ഞാൻ കട്ട് ചെയ്ത. കാരണം അത് അങ്ങോട്ട് ചെന്നിട്ട് അത് 3 ഫേസ് ലൈനാണ്. ആ തെങ്ങ് മറ്റേ കുള്ളൻ തെങ്ങാണ്. ഇപ്പൊ കഴിച്ചു. ഇത് കഴിഞ്ഞു. ഇപ്പൊ 1.5 കൊല്ലം ആയിട്ടില്ല. 2 പ്ലാന്റ് ഉണ്ടായതുകൊണ്ട് അതിന് 2 കൂടി വളമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവില്ല. ഇതാണ് നമ്മള് തങ്ങക്ക് വെച്ചെടുത്ത പ്ലാന്റ്. ഈ പ്ലാന്റ് തങ്ങളെ വീട്ടിൽ, അതായത് തറവാട് വീട്ടിലാണ് വെച്ചിട്ടുള്ളത്. ഈ പ്ലാന്റ് ഇത് തങ്ങളെ മോന്റെ വീടാണ്. തങ്ങളെ മോന്റെ വീട്ടിലാണെന്ന് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മോന്റെ വീട്ടിലൊന്ന് ജസ്റ്റ് ഒന്ന് കത്തുമ്പോൾ നമുക്ക് തങ്ങൾ കാണിച്ചു തന്നോ. തങ്ങളെ വീട്ടിൽ തന്നെ നമുക്ക് തങ്ങൾ കാണിച്ചു തന്നിട്ടുള്ളൂ. ഇനി മോന്റെ വീട്ടിൽ നിന്ന് കൂടി കാണിച്ചു തന്നു. അപ്പൊ ഇതാണ് നമ്മളെ തങ്ങളെ മകന്റെ വീട്ടിൽ വെച്ചെടുത്ത പ്ലാന്റ്.
നമ്മളെ അവിടുത്തെ പോലെ നമുക്ക് ഇത് ഉഷാറായിട്ട് കത്തുന്നില്ല. 32 കത്തുന്നുണ്ട്. ഇവർക്ക് ഇതുവരെ ഒരു മണിക്കൂറിൽ കൂടുതൽ ഗ്യാസ് കിട്ടുന്നുണ്ടോ? 1 മണിക്കൂർ തന്നെ, 1 മണിക്കൂർ ജില്ലാ മണിക്കൂർ. അത് തുടർച്ചയായിട്ട് കിട്ടൂലേ? ആ കാരണം ഇതിന് വെക്കാനായിട്ട്. ഇതില് കുറച്ചാണെങ്കിൽ ഇപ്പൊ പലത്തിനും വേണ്ടിയിട്ട് വൈകുന്നേരം വരെ കിട്ടും. അത് കിട്ടൂലേ? മറ്റാണെങ്കിൽ പിന്നെ ഒറ്റയടിക്ക് മറ്റേ ചോറൊക്കെ പോവാനേ ഒരു ഒറ്റ ടൈമില് 1 മണിക്കൂറോളം കിട്ടും. കിട്ടൂലേ? എന്നാ ഇൻഷാ അല്ലാഹ്. അപ്പോ നമ്മള് തങ്ങളെ മോന്റെ വീട്ടിലത്തെ ഗ്യാസ് നമ്മളിപ്പോ കത്തിച്ച് കാണിച്ചു തങ്ങൾ അതിന്റെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇതുപോലത്തെ പ്ലാൻ അത് ഉത്തരവാദിത്തത്തോടു കൂടി നമ്മൾ ചെയ്തുതരാം. അപ്പോ അങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ നമ്മളെ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്പറിൽ വിളിച്ചാൽ മതി. നമ്മൾ വളരെ ഉത്തരവാദിത്തത്തോടു കൂടി തന്നെ നിങ്ങൾക്ക് ചെയ്തുതരാം. BioCook sustains the green energy